ഹലോ. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കയറുമ്പം തന്നെ നമുക്കിതിൻ്റെ ലാംഗ്വേജ് വേണമെങ്കിൽ മാറ്റാം. മലയാളം വേണ്ടവർക്ക് മലയാളം യൂസ് ചെയ്യാം, ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യം ഇതിൻ്റെ വർഷവും ഡേറ്റും ഒന്ന് ഓർത്ത് വെക്കുക, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വന്നത്. പിന്നെ നോക്കാനുള്ളത് സ്കീമുകളെ കുറിച്ച് നോക്കാനുണ്ട്. അപ്പോൾ സ്കീമുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 4 ഗുണഭോക്താക്കളെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ മെയിനായിട്ട് നോക്കേണ്ടത്. ഇപ്പം ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്കീമുകളും എടുക്കാൻ പറ്റും. ഇപ്പോൾ വയോജനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്കീംസ് ഉണ്ട്, അത് നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പം ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വയോജന ഹെൽപ്പ് ലൈൻ നമ്പറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ സ്കീംസും എല്ലാ ഗുണഭോക്താക്കളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, സാമൂഹ്യ പ്രതിരോധം, ട്രാൻസ്ജെൻഡേഴ്സ് ഇവരെക്കുറിച്ചൊക്കെയുള്ള എല്ലാ സ്കീംസുകളും ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വെബ്സൈറ്റ് മെയിനായിട്ടും യൂസ് ചെയ്യേണ്ട പ്രത്യേകത അല്ലെങ്കിൽ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കറക്റ്റായിട്ട് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ സ്കീംസ് പഠിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ ഓരോ ഗുണഭോക്താക്കളെയും സ്കീംസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വെബ്സൈറ്റായിട്ട് നമുക്ക് കാണാം.